സൗഖ്യത്തിലേക്ക് സ്വാഗതം. കർക്കിടകമാസ ചിന്തകളിൽ ത്വക്ക് രോഗങ്ങൾ അതാകട്ടെ ഇന്നത്തെ വിഷയം. ത്വക്ക് രോഗത്തെപ്പറ്റി പറയുമ്പോൾ കർക്കിടകമാസം മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ദോഷ ഉൾക്ലേശം സംഭവിക്കുന്ന മാസം. ഈ ദോഷ ഉൾക്ലേശം സംഭവിക്കുന്നതിലൂടെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ, നമ്മളിപ്പോൾ മഴ, ത്വക്ക് രോഗങ്ങൾ പ്രത്യേകിച്ചും സാംക്രമികമായ രോഗങ്ങൾ, അല്ലാതെ തന്നെ നമ്മുടെ ജന്മനാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന എക്സിമ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ, സാംക്രമികമായി ഉണ്ടാകുന്ന സ്കാബീസ് പോലുള്ള രോഗങ്ങൾ, ചൊറി എന്ന് പറയുന്ന രോഗം, ഇതൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ആ രോഗങ്ങൾ തീവ്രതരമാകുന്ന സാഹചര്യമാണ് ഈ കർക്കിടക മാസ കാലാവസ്ഥ. 2-3 സാഹചര്യങ്ങളാണ്. ഒന്ന്, മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം കാലിലോ അല്ലെങ്കിൽ വ്രണത്തിലൊക്കെ നമ്മുടെ എക്സിമയൊക്കെ ഉള്ള ആളാണെങ്കിൽ എക്സിമ നമ്മുടെ ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കാലിലേക്ക് നമ്മൾ മഴവെള്ളത്തിൽ കാല് വയ്ക്കുന്നു, അങ്ങനെയൊക്കെ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകുന്നു. സാധാരണ സബ്സൈഡ് ചെയ്തിരിക്കുന്ന, ശമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ദോഷ ഉൾക്ലേശം സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതിനാൽ അവിടെ ഈ ത്വക്ക് രോഗങ്ങൾ, പ്രത്യേകിച്ചും എക്സിമ പോലുള്ള രോഗങ്ങൾ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയും, ആയുർവേദത്തിൽ അതിന് സിത്മം എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടേതായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിയുന്നു. 2-3 സാഹചര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ത്വക്ക് രോഗങ്ങളുള്ളവർ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഒരു കാരണവശാലും മലശോധനയ്ക്ക് തടസ്സമുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ പാടില്ല എന്ന് ചിന്തിക്കണം. മലശോധനയ്ക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ത്വക്ക് രോഗങ്ങളെ കൂടുതലായി ബാധിക്കാൻ കാരണമുണ്ട്. അപ്പം ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും അവിപത്തി ചൂർണം എന്ന് പറഞ്ഞ ചൂർണമുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന അവിപത്തി ചൂർണം, ത്രിഫല ചൂർണം. അവിപത്തി ചൂർണമൊക്കെ ഒരു വലിയ സ്പൂൺ കഴിക്കുകയാണെങ്കിൽ മല മഞ്ഞ് പോകും. ഒരു 15 ഗ്രാം 20 ഗ്രാമൊക്കെ കഴിക്കുകയാണെങ്കിൽ രാവിലെ 5-6 പ്രാവശ്യം മലശോധന കിട്ടും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഒരു 4-5 ദിവസം പശുവിൻ നെയ്യോ അല്ലെങ്കിൽ വെറും ഏതെങ്കിലും നെയ്യ്, ഇന്ദുകാന്തം ഘൃതമാകാം, പടോലാതി ഘൃതമാകാം, വെറും പശുവിൻ നെയ്യാകാം, ഒരു 50 ഗ്രാം വീതം ഒരു 3 ദിവസം കഴിച്ചതിന് ശേഷം, ഇത് സ്നേഹപാനം എന്നുള്ള സാധാരണ രീതിയിൽ അതൊരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ്. അല്ലാതെ വെറുതെ ഇപ്പം കൂടുതലായി രോഗമുള്ളവർ, രോഗാതുരമായ ശരീരാവസ്ഥ ഉള്ളവർ, അവർക്കൊക്കെ വേറെ വൈദ്യനിർദ്ദേശം ആവശ്യമുണ്ട്, വൈദ്യനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ചെറിയ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് 2-3 ദിവസം കഴിച്ചതിന് ശേഷം ഭംഗിയായിട്ടൊന്ന് വയറിളക്കുന്നത് വളരെയധികം ശമനം നൽകുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ശാരീരികമായ ദോഷങ്ങൾ ഉദ്ദേശിച്ച് അത് ഇളകി അത് കൂടുതലായിട്ട് ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. എന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന ചെറിയ ഔഷധ സേവ, അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ത്വക്ക് രോഗത്തിന് ഉള്ള കഷായങ്ങൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥ അനുസരിച്ച് ഒരു കഷായം ഒക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും. പുറമെ ഇടാനായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദുർവാതികേരം, നാൽപ്പാമരാതികേരം, രോഗാവസ്ഥ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലും സാധാരണ ഈ നിമ്പാതികേരം, ദുർവാതികേരം, നാൽപ്പാമരാതികേരം ഇങ്ങനെയുള്ളത് മിക്കവാറും ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലുള്ള ത്വക്ക് രോഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിൽ വിരോധമില്ല. ചില സാഹചര്യങ്ങൾക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് എണ്ണകളുണ്ട് എങ്കിലും ഇത്തരം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. മലശോധന നേരത്തെ പറഞ്ഞ പോലെ ക്ലിയറാക്കുക. ഏതെങ്കിലും ഒരു കഷായ സേവ, അത് അടുത്തൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, കാരണം അവസ്ഥ അനുസരിച്ചിട്ട് പറയണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പടോലാതി കഷായം കഴിക്കാൻ പറയാം, പടോല രോഗിനാദി കഷായം കഴിക്കാൻ പറയാം, മഹാമഞ്ജുഷ്ടാദി കഷായം കഴിക്കാൻ പറയാം, ഗുൽഗുലിതിക്തം കഷായം കഴിക്കാൻ പറയാം. അത്തരത്തിലുണ്ട്. പക്ഷേങ്കിലും വൈദ്യ നിർദ്ദേശപ്രകാരം കഷായം നിശ്ചയിക്കുക. അതിനുശേഷം ഈ തൈലമൊക്കെ ഇടുക. പുറമെ ഇപ്പം വേപ്പില, പച്ചമഞ്ഞൾ, കൊന്നപ്പട്ട, ചീമക്കൊന്ന, വേലിക്കൊന്ന എന്ന് പറയുന്ന സാധാരണ നമ്മൾ വാഴയ്ക്കൊക്കെ വളം വയ്ക്കുന്ന വീട്ടിലൊക്കെ കാണുന്ന കൊന്ന, ആ കൊന്നയുടെ കമ്പ് ചെത്തിയെടുക്കുന്ന പട്ട, അത് വേപ്പിലയും മഞ്ഞളും കൂടെയൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് ശരീരമാസകലം കോരി കുളിക്കുക. ഈ തരത്തിലുള്ള ശീലങ്ങളായിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗം, പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ത്വക്ക് രോഗം കൂടാൻ സാധ്യതയുള്ളതിനാൽ ശോധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചും മലബന്ധമുണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാരം കഴിക്കാതിരിക്കുക. ആ തരത്തിലുള്ള ശീലമായി കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഈ കർക്കിടക മാസം കടന്നു കിട്ടിയാലും ഈ തരത്തിലുള്ള ശീലം, ഒരു ആഹാരശീലം തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ത്വക്ക് രോഗം നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിയും. നല്ല ത്വക്ക് രോഗങ്ങളൊക്കെ മാറിയ നല്ല ആരോഗ്യം ഈ കർക്കിടക ചിന്തയോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.